നമസ്കാരം. എൻ്റെ പേര് ജോർജ്. തികച്ചും പ്രായോഗികമായ ചില നടപടികൾക്ക് നമ്മൾ ജനങ്ങളും ഗവൺമെൻറ്റും തയ്യാറായാൽ മാസങ്ങൾക്കുള്ളിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ആർക്കും ഒരു രൂപ പോലും സൗജന്യം കൊടുക്കാതെ, ഒരു രൂപ പോലും ആരുടെയും കടം എഴുതി തള്ളാതെ മുഴുവൻ ഇന്ത്യൻ പൗരന്മാരെയും 2-3 മാസങ്ങൾ കൊണ്ട് കടക്കണിയിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കും. അതങ്ങ് തുടർന്നാൽ 2-3-5 വർഷത്തിനുള്ളിൽ മുഴുവൻ ജനങ്ങളും ഐശ്വര്യം അനുഭവിക്കുന്ന ഒരു മാതൃക വികസിത രാജ്യമായി ഭാരതം മാറും. ഇതിൽ സാമ്പത്തിക നടപടികളുണ്ട്, സാമൂഹ്യ നടപടികളുണ്ട്, രാഷ്ട്രീയ നടപടികളുണ്ട്. രാഷ്ട്രീയ നടപടി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഘടനയും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മുഴുവൻ ജനങ്ങളെയും തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മേഖല സാമ്പത്തിക മേഖലയായതുകൊണ്ട് സാമ്പത്തിക മേഖലയിൽ എന്ത് നടപടികളാണ് ഉണ്ടാകേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിലാദ്യം വേണ്ടത് നമ്മളൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മറ്റാരും നമ്മിൽ നിന്ന് ചോർത്തിക്കൊണ്ട് പോകാത്ത ഒരു സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മുടെ സമ്പത്ത്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ചിലർ ചോർത്തിയെടുക്കുന്നുണ്ട്. പലരുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഇവിടുത്തെ ബാങ്കുകളാണ്. അതുപോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളും, പൊതുവെ ബാങ്കുകളെന്ന് പറയാം. 3 രീതികളിലാണ് അവർ നമ്മുടെ പണം ചോർത്തിക്കൊണ്ട് പോകുന്നത്. ഒന്ന്, നമ്മൾ ബാങ്കുകളിൽ എടുക്കുന്ന അക്കൗണ്ടുകളിലൂടെ. ഒരു വിധത്തിൽ പറഞ്ഞാൽ കള്ളനെ കാവലേൽപ്പിക്കുന്നത് പോലെയാണ് നമ്മളിന്ന് ബാങ്ക് അക്കൗണ്ടുകളെടുത്ത് അതിൽ നമ്മുടെ പണം നിക്ഷേപിക്കുന്നത്. അവർ നമ്മളറിയാതെ സ്ഥിരമായി അതിൽ നിന്ന് പണം എടുത്തുകൊണ്ടേയിരിക്കുന്നു. അത് മോഷണം തന്നെയാണ്. രണ്ടാമത്തത് ലോണുകൾ, വായ്പകളുടെ മേഖല. നമുക്ക് വായ്പകൾ, ജനങ്ങൾക്ക് വായ്പകൾ നൽകണം ബാങ്ക്, അതിനവർ ന്യായമായി പലിശയും വാങ്ങണം. പക്ഷേ ഇന്ന് അതല്ല നടക്കുന്നത്. വലിയ കൊള്ളകൾ നടത്തി മനുഷ്യർക്ക് പണം തിരിച്ചടയ്ക്കാൻ പറ്റാതാക്കിക്കൊണ്ട് അവരുടെ സമ്പത്ത് മുഴുവൻ ചോർത്തിയെടുക്കുന്ന നയമാണ് ഇന്ന് ബാങ്കിങ് മേഖലയിലുള്ളത്. മൂന്നാമത്തേത് ക്രെഡിറ്റ് കാർഡ് എന്ന ഒരു തീവെട്ടിക്കൊള്ളയും ബാങ്കുകൾ വ്യാപകമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംവിധാനങ്ങളിലൂടെ ജനങ്ങളുടെ പണം കൊള്ള ചെയ്യപ്പെടുന്നത് അവസാനിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സാമ്പത്തിക നടപടി എന്ന് പറയുന്നത് ഇന്ത്യയിലുണ്ടാകേണ്ടത്. ഈ 3 രീതികളിലും പണം പോകുന്നതിൻ്റെ രീതിയും അതിന് നമ്മൾ എങ്ങനെ തടയിടണമെന്നും ആണ് ആദ്യത്തെ 3 വീഡിയോകളിലായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് ജനങ്ങൾക്ക് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ, അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ, ഇതേ പുതിയ പുതിയ ജോലികളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇന്ന് ചെയ്യുന്ന ജോലികൾ ചെയ്യുമ്പോൾ തന്നെ ജനങ്ങളുടെ സമ്പത്ത്, വരുമാനം വർദ്ധിപ്പിക്കാനുള്ള, അങ്ങനെ ജനങ്ങളുടെ ജീവിതം ഐശ്വര്യമായി മാറാനുള്ള മറ്റ് ഓരോരോ കാര്യങ്ങളെപ്പറ്റിയുള്ള ഓരോരോ വീഡിയോ ഞാൻ തുടർന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ അക്കൗണ്ടുകളിലൂടെ നമ്മുടെ പണം ചോർത്തിക്കൊണ്ട് പോകുന്നതിനുള്ള മറുമരുന്ന്, അതിനുള്ള പരിഹാരം എന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ചെയ്യുന്ന ഈ വീഡിയോകൾ കൃത്യമായ കണ്ടിന്യൂവേഷൻ ഉള്ളതായതുകൊണ്ട് ഇതിന് ഞാനൊരു പേര് നൽകുകയാണ്, പുതിയ ചക്രവാളങ്ങൾ. അതിൻ്റെ 1ാമത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഈ വീഡിയോകളിലൂടെ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റ് ജനങ്ങളിലേക്ക് എത്തുകയും ഒരു ചർച്ചാ വിഷയമായി മാറി സാമൂഹ്യ മാറ്റത്തിന് അത് ഉപകാരപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കഴിയുന്നത്ര ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ തുടരാം. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ പണം ബാങ്കുകളിൽ അക്കൗണ്ടുകൾ ഇടുന്നുകൊണ്ട് ബാങ്കുകൾ അത് കൊള്ള ചെയ്തുകൊണ്ട് പോകുന്നു. അത് 4 പ്രശ്നങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, ബാങ്കുകളിൽ അക്കൗണ്ട് ഇടുമ്പോൾ അക്കൗണ്ടുകളുടെ ചാർജുകളും പിഴകളുമായിട്ട് നമ്മുടെ പണം എടുത്തുകൊണ്ട് പോകുന്നത്. അതിനകത്ത് നമുക്കറിയാം, ഒരാൾക്ക് ഒരു കാര്യം നടക്കാൻ ഒരു ബാങ്കിൽ അക്കൗണ്ട് വേണം, മറ്റൊരു കാര്യത്തിന് മറ്റൊരു ബാങ്കിൽ അക്കൗണ്ട് വേണം. അതുപോലെ ഒരു കുടുംബത്തിന് എല്ലാവർക്കും അക്കൗണ്ട് വേണം. ഈ അക്കൗണ്ടിലെല്ലാം തന്നെ മിനിമം ബാലൻസ് വേണം. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ സ്വത്തിലൊരു വലിയൊരു പങ്ക് ഒരിക്കലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ബാങ്കുകൾ കൊടുക്കേണ്ടി വരുന്നു. നമ്മുടെ രാജ്യത്ത് ഒത്തിരി ജനങ്ങൾ തീർത്തും പാവപ്പെട്ടവരാവുകൊണ്ട് ആ പാവങ്ങൾക്ക് ഇത് സാധിക്കാതെ വരുന്നത് കൊണ്ട്
അവരവരുടെ അക്കൗണ്ടിലുള്ള പണം പൂർണ്ണമായും എടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിന് പിഴയടിച്ച് ആ പാവങ്ങളെ കൊള്ള ചെയ്യുന്നതിൻ്റെ കണക്കുകൾ പലപ്പോഴും പുറത്തു വന്നിട്ടുള്ളതാണ്. കോടികളാണ് അങ്ങനെ ബാങ്കുകൾ സ്വന്തമാക്കിയിട്ടുള്ളത്. രണ്ടാമത്തത് SMS-കളിൽ നിന്ന് നമ്മൾ ഒന്നും തന്നെ അറിയരുതെന്ന് ബാങ്കുകൾക്ക് നിർബന്ധമുണ്ടെങ്കിലും അവർ അവ്യക്തമായ SMS-കൾ അയച്ചുകൊണ്ടേയിരിക്കും. അതിനെല്ലാം ചാർജും എടുത്തുകൊണ്ടിരിക്കും. അടുത്തത് ATM ചാർജുകളാണ്. ഈയിടെ നമുക്കറിയാം ഈ വർഷം ATM ചാർജുകളൊക്കെ കൂട്ടി. കുറച്ച് ഫ്രീ ട്രാൻസാക്ഷൻസ് ATM-ൽ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അത് ഈ ഓൺലൈൻ പേയ്മെൻറ്റിലൊക്കെ ഉള്ള ഫ്രീ എന്ന് പറയുന്നത് ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കുന്നത് വരെ മാത്രമുള്ളതാണ്. അത് കഴിയുമ്പോൾ എല്ലാം ഫ്രീ എന്ന നിലയ്ക്കും ചാർജുകളെന്നും കൂടിക്കൂടി വന്നുകൊണ്ട് വരും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ക്രെഡിറ്റ് കാർഡ് എന്ന സംവിധാനം. സാധാരണ അക്കൗണ്ടുകളിൽ നമ്മൾ പണം ATM വഴി എടുത്താൽ ഒരു 20 രൂപയ്ക്ക് 25 രൂപയ്ക്കൊക്കെയാണ് ചാർജെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്നും പണം ATM വഴി എടുത്തു കഴിഞ്ഞാൽ മിനിമം 500 രൂപയാണ് അതിൻ്റെ ചാർജ്. അങ്ങനെ ഉള്ള കുറേ പ്രശ്നങ്ങൾ അത് ഞാൻ ക്രെഡിറ്റ് കാർഡുകളെ പറ്റി പറയുന്ന 3ാമത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ATM ചാർജുകൾ എടുക്കുന്നു. പിന്നെ ഉള്ളത് ഈ ATM-ൽ നമ്മൾ ഉപയോഗിക്കുന്ന കാർഡിന് ഓരോ വർഷവും അതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു 1,500 രൂപയോളം അതിന് വേറെയും പിടിക്കുന്നു. അത് കഴിഞ്ഞ് UPI പേയ്മെൻറ്റുകൾ, അതായത് നമ്മൾ ഗൂഗിൾ പേയോ ഒക്കെ ഉപയോഗിച്ച് നടത്തുന്ന ട്രാൻസാക്ഷൻ, അതിനിന്ന് ചാർജുകളില്ല എന്നാണ് വെപ്പ്. ഇതിനും ചാർജുകൾ ക്രമേണ ഉണ്ടായി തുടങ്ങും എന്ന് മാത്രമല്ല, ഇന്ന് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് UPI വഴി കടകളിലേക്ക് 2000 രൂപയ്ക്ക് മുകളിൽ അയച്ചു കഴിഞ്ഞാൽ അതിന് MDR എന്ന ചാർജുണ്ട്. ഇത് എല്ലാ അക്കൗണ്ടുകളിൽ നിന്നും അയക്കുന്ന ട്രാൻസാക്ഷനും വാങ്ങി തുടങ്ങണമെന്ന് ഏകദേശം ധാരണയായതാണ്. അതൊരു പക്ഷേ ജനങ്ങൾക്കിടയിൽ വലിയ ഷോക്ക് വേവ് ഉണ്ടാക്കിക്കൊണ്ടായിരിക്കാം ഈയിടെ കേന്ദ്ര ധനകാര്യമന്ത്രി അങ്ങനെ ഒരു തീരുമാനമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഷോക്ക് അങ്ങ് മാറിക്കഴിയുമ്പോൾ വീണ്ടും അത് നടപ്പാക്കും സ്വാഭാവികമായിട്ടും. അതുപോലെ തന്നെ ഈ UPI എന്ന സങ്കീർണമായ സംവിധാനം നടപ്പാക്കുന്ന ഈ ഭാരതത്തിൽ NBC നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന സംവിധാനമാണ്. അവരത് ഒരു ബാങ്കിന് മാത്രമായിട്ട് ഇത് പല ബാങ്കുകളിലെ അക്കൗണ്ടുകൾ തമ്മിലുള്ള ഈ സംവിധാനം നടപ്പാക്കാൻ പറ്റാത്തതുകൊണ്ട് ബാങ്കുകൾ രൂപീകരിച്ചിരിക്കുന്ന ഒരു കൺസോർഷ്യം ആയതുകൊണ്ട് അവർ ലാഭമെടുക്കുന്നില്ല. പക്ഷേ അവരുടെ ചെലവിന് കൂടിയാണ് നമ്മളോട് ഇപ്പോൾ ഈ ചാർജുകൾ വാങ്ങിക്കുന്നത്. ക്രമേണ ഈ NBCI പോരാ, ഈ പേയ്മെൻറ്റ് UPI സിസ്റ്റം കൂടുതൽ ആധുനികവൽക്കരിക്കാനും കൂടുതൽ ആളുകൾ അക്കൗണ്ട് എടുക്കുന്നതോടുകൂടി കൂടുതൽ സങ്കീർണമായതുകൊണ്ട് അവർക്കിത് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുകയില്ല എന്ന ഒരു സങ്കല്പത്തിൽ മറ്റു പല ടെക് കമ്പനികളെയും ഫിനാൻഷ്യൽ കമ്പനികളെയും കൂടി ഇതിനോട് സഹകരിപ്പിക്കണം എന്നൊരു ഏകദേശം ഒരു തീരുമാനമല്ല, ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ആ സ്ഥാപനങ്ങളെ ലാഭത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ആ സ്ഥാപനം NBCയുടെ ചെലവിനോട് അതിനോടൊപ്പം ഈ പുതിയ സ്ഥാപനങ്ങൾക്ക് ഉള്ള ചെലവിനും അവരുടെ ലാഭത്തിനും വേണ്ടി കൂടിയുള്ള തുകയും നമ്മളോട് പല പല ചാർജുകളായി ഈടാക്കി തുടങ്ങും. അത് ചെയ്തേ തീരൂ. ഇങ്ങനെ നിരവധിയായ ചാർജുകൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ ചാർജും പിഴയുമായി എടുക്കുന്നു. അതിനെല്ലാം മകുടം ചാർത്തിക്കൊണ്ട് ഏറ്റവും ക്രൂരമായ കാര്യം നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്നത്, ബാങ്കുകൾ നമ്മളോട് ഏതൊക്കെ രീതിയിൽ കൊള്ള ചെയ്താലും ആ സേവനത്തിൻ്റെ GST എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാം ഗവൺമെൻറ് GST വാങ്ങിക്കുന്നു. നമ്മൾ ക്രെഡിറ്റ് കാർഡിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. ATM-ൽ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നതിന് 500 രൂപ ഫീസ് വാങ്ങിക്കുമ്പോൾ അതിന് 45% ഇൻട്രസ്റ്റ് വാങ്ങിക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയേണ്ട ഗവൺമെൻറ് അതിന് പകരം ആ സേവനങ്ങൾക്കുള്ള GST എന്ന് പറഞ്ഞ് നമ്മളോട് GST വാങ്ങിക്കുകയാണ്. ശരിക്കും നമ്മുടെ ഗവൺമെൻറ്റിനും ബാങ്കുകൾക്ക് മുമ്പിലുള്ള 2 നിബന്ധനകളേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, നിങ്ങൾ ജനങ്ങളുടെ കഴുത്തറക്കുമ്പോൾ അവിടെ രക്തം കുറേ ഞങ്ങൾക്കും കുടിക്കാൻ തരണം GST എന്ന പേരിൽ. രണ്ടാമത്തേത്, ഇത് കഴിയുന്നിടത്തോളം ജനങ്ങൾ അറിയാതെ ഇങ്ങ് എടുത്തു തരണം. ഇതൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ വിഭാഗം പ്രശ്നങ്ങൾ അക്കൗണ്ടുകളുടെ ചാർജുകളും പിഴകളും. രണ്ടാമത്തെ വിഭാഗം നമ്മൾ ബാങ്കിൽ ഈ അക്കൗണ്ടിൽ പണം ഇട്ടിരിക്കുന്നുണ്ട്, അവർ യഥേഷ്ടം എടുത്ത് ഉപയോഗിക്കുന്നു. നമുക്ക് ഒരു ലോണിന് എന്നാൽ അതിനവർ നമ്മളറിയാതെ പല തവണ ഒരൊറ്റ ലോണിന് ചാർജുകൾ എടുക്കുന്നു. അതുപോലെ അടുത്തൊരു പ്രശ്നമാണ് NACH എന്ന് പറയുന്നത്. അത് വളരെ ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ്, ജീവിതം ആസ്വദിക്കൂ എന്നൊക്കെ പറഞ്ഞ് ബാങ്കുകൾ നടപ്പാക്കുന്നതാണ്. പക്ഷേ ഈ ഡ്യൂ ഡേറ്റിൽ നമ്മൾ 5 മണിക്ക് അല്ലെങ്കിൽ ബാങ്കിങ് സമയത്ത് എപ്പോഴേലും പണം നമുക്ക് ഇടാമായിരുന്ന സംവിധാനം തകർത്തിട്ട് ആ NACH പണത്തിന് വേണ്ടി നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന ആ നിമിഷം ആ അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ അതെടുക്കും, ഇല്ലെങ്കിൽ 2 ബാങ്കുകളും കൂടി 1000-ന് മുകളിൽ തുക നമ്മളിൽ നിന്ന് പിഴയായി ഈടാക്കും. ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ പണം ഇട്ടിരിക്കുന്നതുകൊണ്ട് അവരെ എടുത്തുകൊണ്ട് പോകുന്നു.
മൂന്നാമത്തെ വിഭാഗം ഈ ബാങ്കുകളെല്ലാം മൂന്നാം ശക്തികൾ ജനങ്ങൾക്ക് എവിടെയും അക്കൗണ്ട് തുടങ്ങാമെന്ന് ഈ സംവിധാനത്തെ ചൂഷണം ചെയ്ത് ജനങ്ങളുടെ പണം തട്ടിക്കൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു. അതിലൊന്ന് ഈ NACH അല്ലെങ്കിൽ ഓട്ടോ പേ എന്ന സംവിധാനം ഇപ്പോൾ മിക്കവാറും ഈ പേയ്മെൻറ്റ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പല സർവീസുകളും കൊടുക്കുന്ന സ്ഥാപനങ്ങളും തുടങ്ങാൻ ഉള്ള ആലോചന കുറേയൊക്കെ തുടങ്ങി. ജിയോ പേ പോലുള്ള പലരും തുടങ്ങിക്കഴിഞ്ഞു. അതൊക്കെ ഒരു വലിയ അടുത്ത ഒരു കൊള്ളയിലേക്ക് മാറും. മറ്റൊന്ന് പിടിക്കപ്പെട്ട ഒരു തട്ടിപ്പാണ് നമ്മുടെ രാജ്യത്ത് നടന്നത്. അതായത് ചോദ്യം ചെയ്യാൻ പറ്റാത്ത നിസ്സഹായരായ പാവങ്ങളുടെ പേരിൽ ചില ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ ആധാർ നമ്പർ സംഘടിപ്പിച്ച് അവരറിയാതെ അക്കൗണ്ട് ഉണ്ടാക്കി ഗവൺമെൻറ് അവർക്ക് കൊടുത്ത സബ്സിഡികളും മറ്റ് പല സഹായങ്ങളും തട്ടിയെടുത്ത സംഭവങ്ങൾ. ഇനി മറ്റൊന്ന് നടക്കുന്നത് നമുക്കറിയാം, നമ്മുടെ പ്രൈവറ്റ് മേഖലകളിൽ സാലറി വളരെ കുറവാണ്. അതുകൊണ്ട് ചില പ്രൈവറ്റ് മേഖല പ്രത്യേകിച്ചും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ചില മേഖലകളിൽ ഗവൺമെൻറ് ഒരു മിനിമം ശമ്പളം എന്ന സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതും വളരെ ബാലിശമായ തുകയായിരിക്കും. പക്ഷെ അതുപോലും കൊടുക്കാൻ മനസ്സില്ലാത്ത ചില തൊഴിലുടമകൾ ഈ തൊഴിലാളികൾക്ക് എവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിലും വീണ്ടും ഈ തൊഴിലുടമയുടെ ശിങ്കിടികളായിട്ടുള്ള ബാങ്കുകളിൽ ഇവരെ കൊണ്ട് തൊഴിലാളികളെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിച്ചിട്ട് ഗവൺമെൻറ് പറയുന്ന ബാലിശമായ തുകയിൽ അതിലടയ്ക്കുകയും ആ ബാങ്കിലെ തൊഴിലാളികളുടെ ഒത്താശയോടുകൂടി അവർ തന്നെ അതിൽ കുറേ പിൻവലിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ വേറെയും കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഇനി നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അവനെ ശാക്തീകരിക്കേണ്ടതിന് പകരം ബലഹീനനാക്കി മാറ്റുന്ന ഒരു സംവിധാനം. ജനങ്ങൾക്ക് അവരുടെ പണം എവിടെ കിടക്കുന്നു, എത്ര ഉണ്ട്, ആരൊക്കെ കൊണ്ടുപോകുന്നു, അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പലപ്പോഴും അത് ഇന്നത്തെ ടെക്നോളജി അറിയാത്ത മുതിർന്ന തലമുറയ്ക്ക് മാത്രമല്ല, ടെക്നോളജി നന്നായിട്ട് അറിയാവുന്ന ചെറുപ്പക്കാർക്ക് പോലും അവരുടെ അക്കൗണ്ടുകളിൽ ഉള്ള പണത്തെയും അത് ബാങ്കുകൾ എങ്ങനെ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയും കാര്യമായ ഒരു നിശ്ചയവുമില്ല. മറ്റൊന്നാണ് ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾക്കും വേണ്ടി മറ്റും മുതിർന്ന പൗരന്മാർ പ്രായം ചെന്നവരൊക്കെ ബാങ്കുകളിൽ പോയി ക്യൂ നിന്നും മറ്റും അവരുടെ പണം അവരുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് സ്വീകരിക്കേണ്ട അവസ്ഥ വരുന്നു. വേറൊന്നാണ് ലിമിറ്റ് എന്ന് പറയുന്ന സംവിധാനം. ജനങ്ങളുടെ പണത്തിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണെന്നാണ് അവർ പറയുന്നത്. എല്ലാത്തിനും ലിമിറ്റ് വെച്ചിരിക്കുകയാണ്. ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ആവശ്യപ്പെട്ട് അയക്കേണ്ടിയോ അല്ലെങ്കിൽ പേ ചെയ്യേണ്ടി വരുന്ന സമയത്ത് അത് ലിമിറ്റ് കടക്കുന്നത് മൂലം നടക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ധാരാളം സാഹചര്യങ്ങൾ കാണാനിടയായിട്ടുണ്ട്. ഈ സെക്യൂരിറ്റി അതുകൊണ്ടൊന്നും സെക്യൂരിറ്റി കിട്ടുന്നില്ല. സെക്യൂരിറ്റി യഥാർത്ഥത്തിൽ കിട്ടണമെങ്കിൽ ഇനി അതിനുള്ള പരിഹാരമായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി നൽകുന്നത്. ഇനി ഏറ്റവും ദയനീയമായ മറ്റൊരു സാഹചര്യം ഈ ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒന്ന്, അവർ അത്യാവശ്യപ്പെട്ട് പണം അവരുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് അയക്കുമ്പോൾ അത് അപ്രത്യക്ഷമായി പോകുന്നു. ബാങ്ക് പറയും ഒന്നുകൊണ്ട് പേടിക്കേണ്ട, 3 ദിവസം കഴിയുമ്പോൾ അത് തിരിച്ചു വരും. ആശുപത്രിയിൽ ICUവിലൊക്കെ സീരിയസ് ആയിട്ട് കിടക്കുന്ന രോഗിക്ക് ചികിത്സിച്ച് പണമില്ലാതെ എങ്ങനെയെങ്കിലും അല്പം പണം സംഘടിപ്പിച്ച് അവർക്ക് മരുന്ന് വാങ്ങാനോ മറ്റോ പേ ചെയ്യുന്ന പണം അപ്രത്യക്ഷമാകുമ്പോൾ ബാങ്ക് പറയാണ് പേടിക്കേണ്ട, 3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. ഇത് ചികിത്സാ രംഗത്ത് മാത്രമല്ല, കുട്ടികളുടെ ഫീസ് അടയ്ക്കുകയോ ജോലിക്ക് അപേക്ഷിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ കഷ്ടപ്പെട്ട് എല്ലാവരും അല്ലെങ്കിൽ പലരും വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം വീണ്ടും ഒന്നും കൂടി ഉണ്ടാക്കാൻ പറ്റാത്ത പണം അവരയക്കുമ്പോൾ അപ്രത്യക്ഷമായി പോകുന്നു. ഇതും ഈ സങ്കീർണമായ UPI സിസ്റ്റം മൂലമാണിത്. ഇതിനെല്ലാമുള്ള പരിഹാരമെന്ന് പറയുന്നത് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ബാങ്കുകളും മറ്റും ജനങ്ങൾക്ക് അക്കൗണ്ട് കൊടുക്കുന്നത് നിരോധിച്ചിട്ട് ഗവൺമെൻറ് തന്നെ, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ മുഴുവൻ ജനങ്ങൾക്കും അക്കൗണ്ട് നൽകണം. ഒന്നാമതായിട്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു അടിസ്ഥാന കടമകളിലൊന്നാണ്. നമുക്ക് രൂപ നോട്ട് നാണയങ്ങൾ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെൻറ്റുകളാണ് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നാണയങ്ങൾ അടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടമാണ്. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ട്രാൻസാക്ഷൻ നടത്താനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തരേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. ഇതിന് അസാധാരണമായ ചിലവുകളൊന്നുമില്ല. ഒത്തിരി കെട്ടിടങ്ങൾ പണിയണ്ട. കാരണം ആദ്യമായിട്ട് ഇതിന് റിസർവ് ബാങ്കിൽ ഏതായാലും കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളും മറ്റും വേണം. പിന്നെ
നമ്മുടെ പഞ്ചായത്ത് പോലുള്ള ഞാൻ പറഞ്ഞു നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഘടന മാറാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് സിസ്റ്റം മാറണമെങ്കിലും ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, പഞ്ചായത്ത് ഓഫീസിൽ 1-2 റൂം മാത്രം മതി, ഒരു പുതിയ കെട്ടിടം ഉണ്ടാക്കേണ്ട. അതുപോലെ തന്നെ ബാങ്കുകളുടെ ATMകളെല്ലാം ഈ റിസർവ് ബാങ്ക് വാങ്ങിക്കുക. അക്കൗണ്ട് പാടില്ലാത്തതുപോലെ ATMകളും ഇനി ബാങ്കുകൾക്ക് പാടില്ല. ഇനി അക്കൗണ്ട് കൊടുക്കേണ്ട ജനങ്ങൾക്ക്, ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും ജനിക്കുമ്പോൾ മുതൽ മരണം വരെ ഒരൊറ്റ അക്കൗണ്ട് കൊടുക്കുക. പല വ്യക്തികൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും ഗവൺമെൻറ്റിനുമൊക്കെ അവർക്കും അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ അടുത്ത പ്രശ്നം ഏത് അക്കൗണ്ടാണ്? ഇന്ന് ബാങ്കുകളിൽ പലതരം അക്കൗണ്ടുകളുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണത്തിൻ്റെ ട്രാൻസാക്ഷന് വേണ്ടിയുള്ള അക്കൗണ്ട് എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ട് മാത്രമാണ്. പക്ഷേ ഇന്ന് ബാങ്കുകൾ ജനങ്ങൾക്ക് വളരെ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ അതിനെ കൂടി കൂട്ടിക്കുഴച്ച് SB അക്കൗണ്ടുകൾ ട്രാൻസാക്ഷൻ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇത് മാറ്റി ഈ RBI മുഴുവൻ ജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും കറണ്ട് അക്കൗണ്ട് കൊടുക്കുകയും ഇനി ഒരു ബാങ്കും ആർക്കും കറണ്ട് അക്കൗണ്ട് കൊടുക്കാൻ പാടില്ലെന്ന് നിയമം കൊണ്ടുവരികയും ചെയ്യണം. അങ്ങനെ എല്ലാവർക്കും കറണ്ട് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഫിക്സഡ് ഡിപ്പോസിറ്റും റിക്കറിംഗ് ഡിപ്പോസിറ്റും മാത്രം കൺഫ്യൂഷൻ ഇല്ലാതെ പോകുന്നുണ്ട്. അതൊഴികെ മുഴുവൻ ജനങ്ങൾക്കും ഏതൊക്കെ ബാങ്കിൽ ഏതൊക്കെ അക്കൗണ്ട് ഉണ്ടോ അത് മുഴുവൻ ക്ലോസ് ചെയ്ത് അതിലെ മുഴുവൻ പണവും റിസർവ് ബാങ്കിലെ അവരുടെ കറണ്ട് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇന്നുവരെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒത്തിരി പണം അവർക്ക് ഉപയോഗിച്ച് തുടങ്ങാൻ സാധിക്കുന്നു. വീണ്ടും അവർക്ക് സേവിങ്സ് തുടങ്ങണമെങ്കിൽ ഈ SB അക്കൗണ്ട്, യഥാർത്ഥത്തിൽ അത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്നല്ല, സേവിങ്സ് ഡിപ്പോസിറ്റ് എന്നാണ് വിളിക്കേണ്ടത്. ആ സേവിങ്സ് ഡിപ്പോസിറ്റ് പുതുതായിട്ട് തുടങ്ങി അവർ അതിലേക്ക് പണം ഇടണം. അതേ സമയം ട്രാൻസാക്ഷൻസ് മുഴുവനും ഈ കറണ്ട് അക്കൗണ്ടിൽ നടക്കണം. ഈ കറണ്ട് അക്കൗണ്ടിന് മിനിമം ബാലൻസ് എന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. കാരണം ഇത് ആരും കച്ചവടത്തിന് വേണ്ടി നടത്തുന്നതല്ല, ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകുന്ന പ്ലാറ്റ്ഫോമാണ്. അവിടെ എത്ര പേരുടെ അക്കൗണ്ട് 0 ആയിട്ട് കിടന്നാലും ആർക്കും ഒരു വിഷയമില്ല. അതുപോലെ ഒരു ട്രാൻസാക്ഷനും ചാർജ് വാങ്ങിക്കേണ്ട ആവശ്യം വരികയില്ല. അപ്പോൾ മറുവശത്ത് ഇന്ന് കറണ്ട് അക്കൗണ്ടുകളിൽ പലിശ കൊടുക്കാറില്ലാത്തതുപോലെ ഈ റിസർവ് ബാങ്കിൻ്റെ അക്കൗണ്ടുകളിലും ജനങ്ങൾക്ക് പലിശ കൊടുക്കേണ്ടതില്ല. നമ്മുടെ SB അക്കൗണ്ടിലൊക്കെ ഒരു 4% പലിശ തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് വല്ലപ്പോഴും ഒക്കെ കിട്ടിയെന്നാകും. പക്ഷേ അതിൻ്റെ പല ഇരട്ടി അവർ ചാർജുകളായും പിഴകളായും പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും വേണ്ട. അപ്പോൾ നമുക്ക് കൂടുതൽ പണമുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിലെ ഏതെങ്കിലും ഡിപ്പോസിറ്റിലേക്ക് മാറ്റുന്നു. ട്രാൻസാക്ഷന് വേണ്ടിയുള്ള പണം മാത്രം നമ്മൾ റിസർവ് ബാങ്കിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ ഇടുന്നു. ഒരു പൈസ പോലും ആരും ചോർത്തിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ചിലർക്കൊരു സംശയം തോന്നാം, ഇത് പ്രവർത്തിപ്പിക്കാൻ ചിലവുകൾ വരികയില്ലേ? ആ ചിലവുകൾ നമ്മുടെ ട്രാൻസാക്ഷൻ്റെ ചാർജായി എടുക്കണ്ടേ? ആവശ്യമില്ല. കാരണം ഒന്ന്, നമുക്കറിയാം രൂപ നോട്ട് അടിക്കുന്നതിന് ഒത്തിരി ചിലവ് ഗവൺമെൻറ്റുണ്ട്, അത് നമ്മളോട് വാങ്ങിക്കുന്നില്ല. പക്ഷേ അതല്ല, ഈ RBIയുടെ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഗവൺമെൻറ് ആ ചിലവ് പോലും വരേണ്ട കാര്യമില്ല. കാരണം ഈ അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെ അതിൻ്റെ ചിലവോ അതിൽ കൂടുതലോ റിസർവ് ബാങ്ക് ഉണ്ടാക്കാം. കാരണം ഈ അക്കൗണ്ടിൽ കുറേ പേർക്ക് 0 ബാലൻസ് ആയാലും ഒത്തിരി പേരുടെ പണം എപ്പോഴും ഉണ്ടാകും. അതിൽ കുറച്ച് നാളുകൊണ്ട് റിസർവ് ബാങ്കിന് അതിനെപ്പറ്റി ഒരു കൃത്യമായ ധാരണ വന്നാൽ ആ പണം ഉപയോഗിച്ച് ഉത്തരവാദിത്തത്തോടെ ഷെയർ മാർക്കറ്റിൽ ഉപയോഗിച്ചോ മറ്റേതെങ്കിലും രീതിയിലും അതിനുണ്ടാകുന്ന ചെലവിനേക്കാൾ കൂടുതൽ പണം ഇവർക്ക് സംഭരിക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ ഗവൺമെൻറ് റിസർവ് ബാങ്ക് വഴി ജനങ്ങൾക്ക് മുഴുവൻ കറണ്ട് അക്കൗണ്ട് നൽകുകയും മറ്റാര് അക്കൗണ്ട് നൽകുന്നതും കള്ളനോട്ട് അടിക്കുന്നത് പോലെ കുറ്റകൃത്യമായി നിരോധിക്കുകയും ചെയ്യണം. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട്, അതായത് നമ്മുടെ പുതിയ ചക്രവാളങ്ങൾ 2 എന്ന വീഡിയോ ഈ ബാങ്കുകളിലെ ലോണുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് മനുഷ്യനെ ദരിദ്രനാക്കുന്നതെന്നും അതിനുള്ള പരിഹാര മാർഗവും ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും.